സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ്, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാന്തന സാജു നൽകും വിശദാംശങ്ങൾ. സ്വാന്തന, ഗുഡ് മോർണിംഗ്. ഇന്നും മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. പലയിടത്തും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് നിലവിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ഗുഡ് മോർണിംഗ് കീർത്തന, ഗുഡ് മോർണിംഗ് ഷിയാസ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് ഇന്നും അതീവ ജാഗ്രത വേണ്ട ഒരു ദിവസം തന്നെയാണ് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. കാരണം ഇന്നും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത അടക്കമുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പുകൾ പ്രകാരം നമുക്ക് വ്യക്തമാകുന്നത്. നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന അലർട്ടുകൾ പ്രകാരം 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതുപോലെ തന്നെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഈ 9 ജില്ലകളിലും അതിശക്തമായ മഴ വരും മണിക്കൂറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയിപ്പിൽ പറയുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, തൃശൂർ, മലപ്പുറം ഈ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴയായിരുന്നതുകൊണ്ട് അത് മാത്രമല്ല വരും ദിവസങ്ങളിൽ വരുന്ന ഒരു 2 ദിവസം കൂടി സമാനമായ രീതിയിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുലർത്തിയിരുന്ന അതേ ജാഗ്രത തന്നെ തുടർന്ന് പോകണം എന്നുള്ളതാണ് നിർദ്ദേശം. വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ തന്നെയാണെങ്കിലും വളരെ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ഏതാണ്ട് 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ പലയിടങ്ങളിലും കാറ്റ് വീശുന്നുണ്ട്. മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത കൂടി പുലർത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കും കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മഴയാണ്. അപ്പോൾ ഇനി പെട്ടെന്നൊരു മഴ പെയ്യുകയാണെങ്കിൽ വലിയ അപകടങ്ങളടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ദുരന്ത സാധ്യതാ മേഖലകളിൽ താമസിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും മറ്റും നിർദ്ദേശാനുസരണം എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നതാണ്. പിന്നെ ആദ്യം ഷിയാസും കീർത്തനയും സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇപ്പം പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ആളുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരു മഴ പെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ദുരിതം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ തന്നെയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജില്ലാ ഭരണകൂടങ്ങളും സർക്കാരും ഒക്കെ എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഇവർക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ജാഗ്രത അത് തുടരേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് നിലവിൽ ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 4-5 ദിവസമായതേ ഉള്ളൂ ഇത്തരത്തിൽ വ്യാപകമായി സംസ്ഥാനത്ത് മഴ ലഭിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇത്രയും ദിവസത്തിനകം തന്നെ ഏതാണ്ട് 20-ലധികം ആളുകൾക്ക് ഈ മഴക്കെടുതിയിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വലിയ ഒരു നഷ്ടം തന്നെയാണ്. കാരണം ഈ ഒരു സീസണിൽ മഴ തീരെ കുറവായിരിക്കുമെന്ന് പറഞ്ഞ ഒരു മഴക്കാലമാണിത്. പക്ഷേ വളരെ ഒരു 4-5 ദിവസം പെയ്ത മഴയിലാണ് ഇത്രയും അധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായത്. ഏതാണ്ട് 4ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്, അവരെ കാണാതായിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു നാശനഷ്ടം തന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും മഴ ആണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്വീകരിച്ചിരുന്ന അതേ ജാഗ്രത തന്നെ തുടർന്ന് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് ജാഗ്രത കൈവിടരുത്. 9 ജില്ലകളിലാണ് ഓറഞ്ചിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ കനക്കുന്ന സാഹചര്യം തന്നെയാണ്. സ്വാന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.